ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല ഹെൽത്തിയായ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് പെസറട്ട് ദോശ. ചെറുപയർ ദോശ എന്ന് മലയാളത്തിൽ പറയാം, പക്ഷേ ഇത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, ആന്ധ്രാക്കാരുടെ ഡിഷാണ്. പെസറട്ട് ദോശ എന്നാണ് പറയുന്നത്. ഇതിൽ പ്രധാനമായും പച്ചപ്പയറും ചെറുധാന്യങ്ങളും ചേർത്തുള്ള ഒരു തെലുങ്ക് വിഭവമാണ്. ഇത് ഉയർന്ന പ്രോട്ടീനും നാരുകളും അടങ്ങിയത്, എളുപ്പത്തിൽ ദഹിക്കുന്നതുമാണ്. ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്, ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും. ചെറുപയറിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാലോ. ദഹനത്തെ മെച്ചപ്പെടുത്താനും പ്രമേഹം നിയന്ത്രിക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും. കൂടാതെ പ്രതിരോധശേഷി വർദ്ധിക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും. കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇനി ഇത് എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ചെറുപയറും പച്ചരിയും 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കുക. അതിനുശേഷം കഴുകി വൃത്തിയാക്കി എടുക്കുക. മാക്സിമം 4-5 മണിക്കൂർ മാത്രമേ ഇത് വെള്ളത്തിൽ കുതിർക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതലായിക്കഴിഞ്ഞാൽ പയറിൻ്റെ ഒരു ബാഡ് സ്മെല്ല് ഫീൽ ചെയ്യും. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു ദോശയാണ്. വെള്ളത്തിൽ കുതിർത്ത ശേഷം കുതിർത്ത് വെച്ച ചെറുപയറും പച്ചരിയും ഒരു ജാറിലേക്ക് ഇടുക. ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുക. പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില ആയാലും മതി. ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അല്പം വെള്ളവും എന്നിവ ചേർത്ത് നല്ല മിനുസമായി അരച്ചെടുക്കുക. മാവ് അധികം കട്ടിയാകാതെ നേർത്ത് പോകാൻ പാടില്ല. അപ്പോൾ പെസറട്ട് ദോശയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് പുളിപ്പിക്കേണ്ട ഒരാവശ്യവുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഫുഡാണ്. ഇനി സാധാരണ നമ്മുടെ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചൂടായ കല്ലിൽ എണ്ണ പുരട്ടുക. ദോശക്കല്ലിൽ മാവെടുത്ത് ദോശയുടെ രൂപത്തിൽ പരത്തുക. ദോശ ഉണ്ടാക്കിയതിന് ശേഷം ഇതിലേക്കൊരു മുട്ട കൂടി ആഡ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇനി മുട്ട ഇഷ്ടമല്ലാത്തവരാണ്, വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് പനീർ ആഡ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഇത് കംപ്ലീറ്റ് പ്രോട്ടീൻ റിച്ച് ഫുഡായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ ഇതാ പെസറട്ട് ദോശ റെഡിയായി കഴിഞ്ഞു. ഇതിലേക്ക് നിങ്ങൾക്ക് ചട്നിയോ സാമ്പാറോ ഇഡ്ഡലിപ്പൊടിയോ ചേർത്ത് കഴിക്കാം. വ്യായാമത്തിന് ശേഷം കഴിക്കാൻ ഇത് മികച്ച ഓപ്ഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്.